ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ പിന്നെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തൊരു കുക്കിംഗ് വീഡിയോ ആണ്. യെസ്, അപ്പോൾ എന്താണെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ ഡേറ്റ്സ് കൊണ്ടൊരു അച്ചാറാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ബിരിയാണിയുടെയും ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്. യെസ്, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? യെസ്, അപ്പോൾ ആ ഡേറ്റ്സ് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ശർക്കര എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ പുളിയും ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേനും ഞാനൊരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കാം. യെസ്, ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഒത്തിരി ഫ്രൈ ആക്കണ്ട, ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ജസ്റ്റ് നമ്മളൊന്ന് വേവിക്കുമ്പോഴത്തേനും അതിങ്ങനെ അലുത്ത് പോവും. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ചെറുതാക്കാണ്ടിരുന്നത്. ഇഞ്ചിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിടാവുന്നതാണ്. യെസ്, അതൊരു മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 മുളക് പൊടി. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് ഇട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഡേറ്റ്സ്. ആ വെള്ളത്തോടു കൂടി തന്നെ അത് ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഡേറ്റ്സ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നല്ലപോലെ മിക്സ് ചെയ്യുക. യെസ്, ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. യെസ്, ഇനി നല്ലപോലെ ഇളക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, എങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. യെസ്, ഞാനപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് തിളച്ച് കുറുകി വരണം. യെസ്, നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. യെസ്, അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഡേറ്റ്സ് അച്ചാറിനൊരു മധുരവും, ഡേറ്റ്സിന് ഓൾറെഡി മധുരം ഉണ്ടെങ്കിൽ പോലും കുറച്ച് മധുരം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അച്ചാറാണല്ലോ. അപ്പോൾ നമ്മൾ ശർക്കര മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. യെസ്, ചാറും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അത് മൊത്തം വറ്റിച്ചെടുക്കണം. യെസ്, ഞാൻ അതവിടെ നല്ലപോലെ തിളച്ച് വറ്റി വരട്ടെ.
ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടിയോ അല്ലെങ്കിൽ കായമായിട്ടോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ആകുമ്പോൾ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുക്കണം. ആ ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ഇരിക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒന്ന് കുറുകും. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ചെറിയതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 ദിവസം ലെയർ ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ബൈ.